അടാ മോനെ അതിനെന്താണ് കിങ് കാർലോ അൻസലോട്ടി എന്ന് പറയുന്ന ആ ഒരു കോച്ച് തീർക്കാനുള്ള എല്ലാ പ്രതികാരവും അങ്ങ് സിറ്റി പോയി തീർത്തിട്ടുണ്ട്. സിറ്റി വേഴ്സസ് റിയൽ മാഡ്രിഡ് പോരാട്ടം ആ ഒരു കലാശക്കൊട്ട് മത്സരം ഇവിടെ അവസാനിച്ചിരിക്കുകയാണ്. ഇനി സോഷ്യൽ മീഡിയയിൽ സിറ്റി ആൻഡ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ആ ഒരു ചർച്ചകളൊന്നും ഉണ്ടാവില്ല എന്നുള്ളതാണ്. ഈ ഒരു മത്സരത്തിലേക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ എടുത്ത് പറയേണ്ടത് റിയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിനെയാണ്. കാരണം അൻസലോട്ടി ഒരു 11ാം മിനിറ്റിൽ റോഡ്രിയാഗോനെ കൊണ്ട് ഒരു ഗോൾ ഇടിപ്പിക്കുന്നുണ്ട്. ഈ ഗോളിന് ശേഷം പിന്നീട് റിയൽ മാഡ്രിഡ് ഓരോ മിനിറ്റും കളിച്ചിട്ടുള്ളത് ഡിഫൻസ് ഗെയിമാണ്. സോ നിങ്ങൾ എടുത്തു നോക്കുക, ഡിഫൻസ് ഗെയിം മാത്രമാണ്. ലാലിഗ പോലെയുള്ള ഒരു ചെറിയ ലീഗിൽ, അതായത് ഒരു വലിയ ലീഗ് തന്നെയാണ്, പക്ഷെ അതിലുള്ള ടീമുകൾക്കെതിരെ ഡിഫൻസ് ഗെയിം കളിക്കുന്ന പോലെയല്ല UCL മാഞ്ചസ്റ്റർ സിറ്റി എന്ന് പറയുന്ന ആ ഒരു ടീമിനെതിരെ കളിക്കുന്നത്. സത്യം പറഞ്ഞാൽ കുറച്ച് ഭയപ്പാടുള്ള കാര്യമൊക്കെ തന്നെയാണ് ഇമ്മാതിരി ഒരു ടീമിനായിട്ട് ഒരു ഡിഫെൻസീവ് ഗെയിം കളിക്കുക എന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ ഡിഫൻസിലേക്ക് മാറുന്നു. അൻസലോട്ടി ഡിഫൻസിലേക്ക് തൻ്റെ ടീമിനെ മൊത്തമായിട്ട് കൊണ്ടുവരുന്നു. അതിൻ്റെ ആ ഒരു ചെങ്കോലും കിരീടവും കൊടുക്കുന്ന ആർക്കറിയോ? ഈ ഒരു ചെങ്ങായിക്കാണ്, ആൻറ്റോയിൻ റൂഡിഗർ എന്ന് പറയും. ഈ റൂഡിഗറിൻ്റെ കയ്യിൽ ആ ഒരു ഡിഫൻസ് ലൈനിൽ കളിക്കാനുള്ള ആ ഒരു ഇൻസ്പിറേഷൻ, ആ ഒരു സംഭവം എടുത്താണ് കൊടുക്കുകയാണ് അൻസലോട്ടി. പിന്നീട് അദ്ദേഹം തിരിഞ്ഞു നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. പുള്ളി ആ ഒരു മൂലക്കിൽ ഡെഗൗട്ടിൽ ഇരുന്നിട്ട് ചൊയ്ങ്ങും ചമച്ച് 2 പുരികൊക്കെ പൊക്കി ഇങ്ങനെ സ്റ്റൈലിൽ കളിച്ചങ്ങനെ ഇരിക്കുക. ചെക്കന്മാർ ഇവിടെ തകർത്താടുക. സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കിടിലൻ ചാൻസുകളാണ് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം കിട്ടിയിട്ടുള്ളത്. ഈ മത്സരത്തിൽ സിറ്റിയെ നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. കാരണം പൊരുതി തോറ്റൊരു പോരാട്ടം തന്നെയാണ്. ഗ്രില്ലീഷിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ആ ഒരു വിങ്ങിലൂടെ നടത്തിയിട്ടുള്ള ഓരോ മുന്നേറ്റങ്ങളും സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഏതൊരു റിയൽ മാഡ്രിഡ് ആരാധകൻ്റെയും നെഞ്ചിൽ കുറച്ച് മിടിപ്പുണ്ടായിട്ടുണ്ട് എന്ന് വേണം പറയാൻ. ഞാൻ ഒരുപാട് കാര്യങ്ങൾ പറയാനായിട്ട് ഉണ്ട് ഈ വീഡിയോയിൽ. കാരണം എർലിംഗ് ഹാലൻഡ് എന്ന് പറയുന്ന സിറ്റിയുടെ സ്റ്റാർ സ്ട്രൈക്കർ, അദ്ദേഹത്തിൻ്റെ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ലെഗിൽ പോലും റൂഡിഗർ തല കാണിച്ചു കൊടുത്തിട്ടില്ല. ഈ മത്സരത്തിലും 2-3 തവണയാണ് ഹാളണ്ടിനെ നമ്മൾ കാണുന്നത്. ഈ വേൾഡ് ഇത്ര ടോപ്പായിട്ടുള്ള ഒരു സ്ട്രൈക്കറെ പിടിച്ച് കെട്ടണം എന്നുണ്ടെങ്കിൽ ആ ചെങ്ങൈൻ്റെ മെൻറ്റാലിറ്റി എത്രമാത്രമാണ് നമ്മൾ ചിന്തിച്ച് നോക്കേണ്ട ഒരു കാര്യമാണ്. ഇതുപോലെ തന്നെയാണ് സിറ്റിയുടെ അതായത് റിയൽ മാഡ്രിഡിൻ്റെ ഓരോ കളിക്കാരും. 11ാം മിനിറ്റിൽ ബെല്ലിംഗാമിൻ്റെ ആ ഒരു ഫസ്റ്റ് ടച്ച് ഉണ്ടല്ലോ, അതാണ് ആ ഗോളിലേക്ക് നയിച്ചിട്ടുള്ളത്. ആ ഒരു ഫസ്റ്റ് ടച്ചിലൂടെ മുന്നേറിയിട്ടുള്ള ആ ഒരു ഗോള്, ഈ ഒരു ഗോളിന് ശേഷം ഫുള്ള് ഡിഫെൻസീവ് കളിയാണ്. റൂഡിഗറിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു ഡിഫെൻസീവ് കളിയുടെ ചെങ്കോല് തൻ്റെ കയ്യിൽ ഏന്തിന്ന് പുള്ളിക്കാരനെ ഏറെക്കുറെ ഉറപ്പായിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു കളി മെയിൻറ്റെയിൻ ചെയ്യുന്നൊക്കെ രീതി റൂഡിഗറിൻ്റെ അടുത്തായിരുന്നു എന്ന് വേണം പറയാൻ. ഡിഫൻസ് ലൈനിലേക്ക് വരുമ്പോൾ നാച്ചോയെ പോലെ, അതുപോലെ റൂഡിഗർ, കർവഹാള് പകർത്താടിയിട്ടുള്ളൊരു പോരാട്ടം എന്ന് വേണം പറയാൻ. പിന്നെ നമ്മൾ എടുത്തു പറയേണ്ട മറ്റൊരു താരമാണ് ലെനിൻ എന്ന് പറയുന്ന നമ്മുടെ ഗോൾ കീപ്പർ, റിയൽ മാഡ്രിഡിൻ്റെ ഗോൾ കീപ്പർ. കോർട്ടേഴ്സിന് പരിക്ക് പറ്റിയത് തുടർന്നിട്ട് ഈ ഒരു ഗോൾ കീപ്പർ UCL മത്സരഘട്ടത്തിലേക്ക് കടന്നു വരുമ്പോൾ സ്വാഭാവികം ഒരു റിയൽ മാഡ്രിഡ് ആരാധകൻ എന്ന നിലയിൽ തോന്നിയിട്ടുണ്ടായിരുന്നു ഒന്നും നടക്കാൻ പോകുന്നില്ല, കോർട്ടും ഇല്ലാതെ നമുക്ക് എന്തായാലും റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബിന് ഫൈനലിലോ സെമിയിലോ പ്രവേശിക്കാനായിട്ട് കഴിയില്ല. കാരണം അയാളുടെ ആ ഒരു സാന്നിധ്യം അത്യാവശ്യമാണ് എന്നുള്ളത്. പക്ഷേ ഈ പ്രവചനങ്ങളും ഈ ഓരോരോ വാക്കുകളൊക്കെ ഉണ്ടല്ലോ, ഇതിനൊക്കെ കാറ്റിൽ പറത്തിയിട്ടുള്ള പ്രകടനമാണ് ആ മനുഷ്യൻ കാഴ്ചവെച്ചിട്ടുള്ളത്. മനുഷ്യനെ ഇയാളെ സംബന്ധിച്ചിടത്തോളം, ഈ ചെങ്ങായിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ പെനാൾട്ടി ഷൂട്ടൗട്ട് മാത്രം പറഞ്ഞാൽ പോരാ, ബാക്കിയുള്ള എല്ലാ നിമിഷങ്ങളും ഈ ചെങ്ങായിനെ പറ്റി പറയേണ്ടതുണ്ട്. ഇതാണ് റിയൽ മാഡ്രിഡ് എന്ന് പറയുന്ന ക്ലബിനെ പറ്റിയിട്ട് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കണം എന്ന് പറയുന്നത്. ഒന്ന് കഴിഞ്ഞാൽ ഒന്നുപോലെ കയ്യിലുണ്ട്. കാരണം ആ ഡഗൗട്ടിൽ ഇരിക്കുന്നത് വെറുതെ ചുയിങ്ങൻ ചമക്കേണ്ട ഒരാളല്ല, ദ കിങ് കാർലോ അൻസലോട്ടിയാണ്. മറുഭാഗത്ത് സിറ്റിയെ സംബന്ധിച്ചിടത്തോളം സിറ്റി എന്ന് പറയുന്നത് ഒരു പെപ് ഗാർഡിയോളയുടെ കീഴിൽ വളരെ അറ്റാക്കിങ് നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ടീമാണ്. ഈ ഒരു സെക്കൻഡ് ലെഗ് മത്സരത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിച്ചത് മിക്കവാറും ആ വിങ്ങുകളിലൂടെ കടന്നു വരുന്ന ഒരു ശൈലി, ഗ്രില്ലീഷിനെ പോലെയുള്ള താരങ്ങളെ ശൈലി, അതുപോലെ ഫോഡനെ പോലെയുള്ള താരങ്ങൾ, ഒരുപാട് കളിക്കാർ റിയൽ മാഡ്രിഡിൻ്റെ ബോക്സിൻ്റെ വെളിയിൽ ഇങ്ങനെ വട്ടം കൂടിയിട്ട് കളിക്കുന്ന ഒരു വേട്ടയാടപ്പെടുന്ന ശൈലി. റിയൽ മാഡ്രിഡിൻ്റെ ഡിഫൻസിനെയും മിഡിനെയും എടുത്തു പറയാതിരിക്കാൻ പറ്റൂല. ഈ ഒരു ഫസ്റ്റ് ഹാഫിന് ശേഷം സെക്കൻഡ് ഹാഫിൽ അവസാന 78ാം മിനിറ്റിൽ 77ാം മിനിറ്റിലാണ് തോന്നുന്നു
ഡിബ്രൂയിനെ ഗോൾ നേടുന്നു. ഈ ഒരു ഗോളെ തുടർന്ന് കൊണ്ട് 1-1 എന്ന നിലയിൽ കളി മുന്നോട്ട് ഗമിക്കുന്നു. ഇപ്പോഴും ഈ 1-1 എന്ന നിലയിലും ഒരു അറ്റാക്കിങ് പോലും കൊടുക്കാതെ ഡിഫൻസിലേക്ക് കളിശൈലി മാറ്റിവെച്ച ഒരു റിയൽ മാഡ്രിഡ് ടീമിനെ കാണാനായിട്ട് സാധിച്ചു. എന്താണ് ഈ ഡിഫൻസ് ഗെയിം കൊണ്ട് ഉദ്ദേശിക്കേണ്ടതെന്ന് സത്യം പറഞ്ഞാൽ മനസ്സിലായിട്ടില്ല. അതിൻ്റെ പ്രധാന ഉദാഹരണം കാണണമെങ്കിൽ ഇന്ന് നിങ്ങൾ പോയി അതിൻ്റെ സ്റ്റാറ്റസ് ഒന്ന് എടുത്ത് നോക്കുക. ഒരു കോർണറാണ് റിയൽ മാഡ്രിഡ് ഈ കളിയിൽ അടിച്ചിട്ടുള്ളത്. മറ്റേ എതിർ ടീമായിട്ടുള്ള സിറ്റി 18-19 കോർണർ അടിച്ചിട്ടുണ്ട്. വാട്ട് എ മാച്ച്. അതിന് അവസാനം മത്സരം പെനാൽറ്റിയിലേക്ക് പോകുന്നു. പെനാൽറ്റിയിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഉറപ്പിച്ചാണ് കളി എന്തായാലും പരാജയപ്പെടും. കാരണം അപ്പുറത്തുള്ളത് എഡേഴ്സനാണ്, ഇപ്പുറത്തുള്ളത് നമ്മുടെ സെക്കൻഡ് ഗോൾ കീപ്പറാണ്. അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം വലിയ കോൺഫിഡൻസ് ഒന്നും എനിക്കില്ലേനി. പക്ഷെ കളിയിലുള്ള പോലെ ആവില്ലല്ലോ പെനാൽറ്റിക്ക് വരുമ്പോൾ. ഫസ്റ്റ് പെനാൽറ്റി എന്താ പറയുക, ലുക്ക മോഡ്രിച്ചിൻ്റെ പെനാൽറ്റി തടുക്കുന്നു. റിയൽ മാഡ്രിഡിൻ്റെ ആരാധകർ കൈയൊന്ന് തലയിൽ വെച്ചിട്ടുള്ള ഒരു നിമിഷം. ഈ ഒരു നിമിഷത്തിന് ശേഷം പിന്നെ റയലിൻ്റെ ആൾക്കാർ, അതായത് റയലിൻ്റെ ആരാധകർ തല കുനിച്ചിട്ടില്ല എന്നുള്ളതാണ്. കാരണം ഈ ലുനിൻ എന്ന് പറയുന്ന ഈ ഒരു ഗോൾ കീപ്പർ, ഈ ചങ്ങായി മാസാണ് കാണിച്ചിട്ടുള്ളത്. വെറും മാസല്ല, മരണമാസ്. ആദ്യത്തെ പെനാൾട്ടി സേവ് ചെയ്യുന്നു. രണ്ടാമത്തെ പെനാൾട്ടി ബെർണാഡോ സിൽവയുടെ ആ ഒരു പെനാൾട്ടി നേരെ വരുന്നത് ഇദ്ദേഹത്തിന് നേരെയാണ് വരുന്നത്. നിന്ന നേർപ്പിൽ ആ പന്ത് കയ്യിലാണ് പിടിച്ചു. ഞാൻ തമിഴ് കമൻട്രിയിലാണ് എന്താ പറയുക കളി കണ്ടിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കമൻട്രേറ്റർ പറയുന്ന വാക്കുകളുണ്ട്, നിന്ന നിൽപ്പിലെ അന്തയാൾ ആ പന്ത് കയ്യിൽ ഒതുക്കിയാച്ച്. എന്തൊക്കെ രോമാഞ്ചം നിറഞ്ഞിട്ടുള്ളൊരു മത്സരം എന്ന് പറയുമ്പോൾ ഇതാണ്. ഇനി നമുക്ക് ബയണിനെതിരെയായിട്ടുള്ള ആ ഒരു മത്സരമാണ് കാണാനുള്ളത്. പല ഫാൻസിനും ഇനി ബയണിനെ കൂട്ടി പിടിക്കാനായിട്ട് പറ്റൂല. കാരണം പല ചരിത്രങ്ങളും ഉറങ്ങിക്കിടക്കുന്നുണ്ടല്ലോ. എന്താണ് ബയണിനെതിരെയായിട്ടുള്ള മത്സരത്തിൽ കാണാൻ സാധിക്കുക എന്നുള്ളത് നമുക്ക് നോക്കി അറിയേണ്ടതുണ്ട്. സോ നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ തൊട്ടടുത്താണ് ബെല്ലൈക്കണും കൂടി എനേബിൾ ചെയ്യുക. ബൈ.